നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചുവരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. വായുവും ജലവും ഭൂമിയും ഒരുപോലെ മലിനീകരിക്കുന്ന ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമായി. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് ശക്തമായ വേലിയേറ്റം. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പുതിയ റോഡ് അറപ്പ പൊട്ടിച്ചു. കടൽ കയറിയതിനെ തുടർന്ന് കൈത്തോടുകളിലും പെരുന്തോട്ടിലും ജലനിരപ്പ് ഉയർന്നു. വാർത്തകൾ വിശദമായി. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. മുൻ ഭരണസമിതികളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി നിലപാടെടുത്തിട്ടുള്ളത്. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി എന്ന തരത്തിൽ പുറത്തുവന്ന ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ മാള ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതൃത്വം സംയുക്തമായി യോഗം ചേർന്നു. മാള സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിലും കാലങ്ങളായി മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് നിയന്ത്രണമില്ലാത്തതും വ്യക്തി താൽപര്യങ്ങൾക്ക് വിധേയമായി പോയതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണമെന്ന യോഗം വിലയിരുത്തി. ജോയിന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് വിശദമായി പഠിക്കുവാനും വീഴ്ചകൾ വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കുവാനും പാർട്ടി തലത്തിൽ 9 അംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തിയതായി മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ, മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി എന്നിവർ അറിയിച്ചു. സംഭവത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുക്കുമെന്നും DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ് മീഡിയ ടൈമിനോട് പറഞ്ഞു. മാള സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഭരണമാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് അവിടെ ഉള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ ഈ ബാങ്കിൻ്റെ ഒരു നിയന്ത്രണത്തിലും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്ന കാര്യത്തിലോ ലോൺ അനുവദിക്കുന്ന കാര്യത്തിലോ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ ബാങ്കുമായിട്ടില്ല. ഇതിലേതെങ്കിലും രീതിയിൽ കോൺഗ്രസിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആരെങ്കിലും കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ള ഈ ബാങ്കിൽ നടത്തിയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്തെങ്കിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ അവിടെ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി അതിലിടപെടും. പാർട്ടി തക്കതായ നടപടി സ്വീകരിക്കും. ശിക്ഷ നടപടികൾക്ക് അവർ. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചുവരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. പന്നി വളർത്തലിന്റെയും ആടുവളർത്തലിന്റെയും മറവിലാണ് മനുഷ്യജീവന് വെല്ലുവിളിയാകുന്ന വിധം പുറം പ്രദേശങ്ങളിൽ നിന്നും ദിനംപ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ശേഖരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അറവു മാലിന്യങ്ങൾ, ആശുപത്രികളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ, ഹോട്ടലുകളിൽ നിന്നും കാറ്ററിംഗ് കേന്ദ്രങ്ങളിൽ നിന്നും പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ട് വന്ന് ഡംപ് ചെയ്യുന്നത്. മഴയത്ത് ഇവയെല്ലാം നനഞ്ഞ് വഴികളിലും പറമ്പുകളിലും പാടശേഖരങ്ങളിലേക്കും ഒലിച്ചിറങ്ങി പരിസരമാകെ ദുർഗന്ധം വമിക്കുകയും കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ പുഴുവരിക്കുന്ന അവസ്ഥയാണ്. ഫാമുകളുടെ സമീപത്തു കൂടി ഒഴുകുന്ന അങ്കമാലി മാഞ്ഞാലി തോട്ടിലേക്കാണ് മാലിന്യങ്ങളിൽ നല്ലൊരു പങ്കും ഒഴുകിയെത്തുന്നത്. ഇത് പെരിയാറിലെ മത്സ്യസമ്പത്തിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ആയിരക്കണക്കിന് ആളുകളാണ് അങ്കമാലി മാഞ്ഞാലി തോട്ടിലെ വെള്ളം ഉപയോഗിച്ചു വരുന്നത്. വായുവും ജലവും ഭൂമിയും ഒരുപോലെ മലിനീകരിക്കുന്ന ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമാണ്. ആരോഗ്യവകുപ്പ് അധികൃതർ ഈ ഫാമുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും ഫാമുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിൻ്റെ മറവിൽ ഈ മനുഷ്യനുപയോഗിച്ച ഭക്ഷണ മാലിന്യങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിടുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പ്ലാസ്റ്റിക്കും മറ്റ് ജൈവമല്ലാത്ത മറ്റ് മാലിന്യങ്ങളുമെല്ലാം ഇവിടെ കൊണ്ടുവന്ന്
ഡംപ് ചെയ്ത് പ്ലാസ്റ്റിക് ഇവിടെ കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവിടെ കത്തിക്കുന്നത്. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് ശക്തമായ വേലിയേറ്റം. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പുതിയ റോഡ് അറപ്പ പൊട്ടിച്ചു. എറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, മണപ്പാട്ടുചാൽ, ആറാട്ടുവഴി എന്നിവിടങ്ങളിലും എടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ്, കാര എന്നിവിടങ്ങളിലുമാണ് ശക്തമായ തിരയടി അനുഭവപ്പെട്ടത്. കടൽ കയറിയതിനെ തുടർന്ന് കൈത്തോടുകളിലും പെരുന്തോട്ടിലും ജലനിരപ്പ് ഉയർന്നു. മഴ കനത്തതോടെ തീരമേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി പുതിയ റോഡ് കടപ്പുറത്ത് അറപ്പത്തോട് കടലിലേക്ക് തുറന്നുവിട്ടു. തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് സംബന്ധിച്ച് സർവകക്ഷി അവലോകന യോഗം നടത്തി. പുനർനിർമ്മാണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചുപോയ കരാറുകാരനെ അയോഗ്യനാക്കിയ ശേഷമുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. എന്നാൽ പുതിയ കരാർ നടപടികൾ പൂർത്തിയാക്കി ഇനി എന്ന് നിർമ്മാണം തുടങ്ങുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായില്ല. കരാറുകാരൻ നാട്ടുകാരിൽ നിന്ന് പണവും സാധനങ്ങളും കടം വാങ്ങിയതും കൃത്യമായ ഉറപ്പുകളില്ലാതെ ഉദ്യോഗസ്ഥർ ഫണ്ട് അനുവദിച്ചതും ചെയ്ത പണികളിൽ ക്രമക്കേട് കാണിച്ചതും യോഗത്തിൽ പങ്കെടുത്തവർ വിശദീകരിച്ചു. സർവകക്ഷി യോഗത്തിൽ കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് 1-2 വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കമ്മിറ്റി തീരുമാനമെടുത്തു. അതുമാതിരി 1-2 പ്രവർത്തനങ്ങൾ നമ്മൾ പദ്ധതി സമർപ്പിച്ചിട്ടും സർക്കാരിന്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണ് വീഴ്ച എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം പലവട്ടം നമ്മൾ ഓഫീസുകളിൽ പോയി ഇതിനു വേണ്ടിയിട്ട് ഒന്നാമത് നമ്മൾ ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്തന്ന് മുതൽ നമ്മുടെ പഞ്ചായത്തിലൊരു മാർക്കറ്റ് നല്ലൊരു ശാല അടക്കം അറിയുന്ന ശാല അടക്കം മാർക്കറ്റ്. അപ്പൊ അതിനോട് ചേർന്ന സ്ഥലം ഏറ്റെടുത്തതുകൊണ്ട് ക്ലീൻ കെയർ, നമുക്ക് ശുചിത്വ മിഷൻ പഞ്ചായത്ത് സ്ഥലം എടുത്തു കൊടുത്താൽ. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹെലൻ കല്ലർ ദിനം ആചരിച്ചു. മാള ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വായനാ പക്ഷാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നും ആള് ധീരതയോടെ തന്നെ ഓരോ വാക്കുകളും ചലനം കേട്ടുകൊണ്ട് തന്നെ കൈവെള്ളയിൽ എഴുതിക്കൊണ്ടും താങ്കൾ തണലായ മുന്നിലേക്ക് കൊണ്ടുവന്നു. ആ ധീരതയോടെ ഒരിക്കലും തളരാതെ നമ്മൾക്ക് നമ്മളുടെ ലോകം തിരിച്ചറിയാനുള്ള കഴിവ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയാണ് ആള് വിദ്യാഭ്യാസത്തിലൂടെ കുറെ പുസ്തകങ്ങൾ എഴുതാൻ സാധിച്ചു, ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഒരു ധീര വനിതയുടെ നേരിടുന്ന സംഭവങ്ങളെല്ലാം ആൾക്ക് പുസ്തകങ്ങളിലൂടെ പതിക്കാൻ വേണ്ടി സാധിച്ചു. വാർഡ് മെമ്പർ സാബു പോൾ അധ്യക്ഷത വഹിച്ചു. മോഹൻ മച്ചാട്ട്, S സോമസുന്ദരൻ, അനീഷ, നിതിൻ, ദീപ, ഷൈബി തുടങ്ങിയവർ സംസാരിച്ചു. മാള ബിലീവേഴ്സ് NCH മെഡിസിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ IMAയുടെ സഹകരണത്തോടെ ബിലീവേഴ്സ് NCH ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. മാള പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായി ഈ രക്തം കൊടുത്തത് ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിലാണ്. അന്നത്തെ വീട്ടിൽ വന്ന് അന്ന് രക്തം നൽകി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. എൻ്റെ അമ്മയൊക്കെ ഭയങ്കര വികാരാധീനായിട്ട് പറഞ്ഞു, നിൻ്റെ ബ്ലഡ് ഇങ്ങനെ കൊടുക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കും, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായി നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ കുറേ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടിരുന്നു. അത് ഏതാണ്ട് ഒരു 25 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ചിന്താഗതിയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു രക്തം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ രക്തദാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെയൊന്നും ആരോഗ്യത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള ഒരു അവബോധം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടം അധ്യക്ഷത വഹിച്ചു. ബിലീവേഴ്സ് NCH ഡയറക്ടർ ഫാദർ സാമുവേൽ മാത്യു, ജനറൽ മാനേജർ TP പ്രശാന്ത്, നഴ്സിംഗ് സൂപ്രണ്ട് MD റോസിലി, സേഫ്റ്റി ഓഫീസർ CO ജോയ് എന്നിവർ പ്രസംഗിച്ചു. ആശുപത്രി ജീവനക്കാരും സുമനസ്സുകളും രക്തദാനം നടത്തി. ടാലന്റ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മാള ടർഫിൽ നടന്ന മത്സരം മാള CI സുനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. മാള SI CK സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിയോ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. 4 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുളത്തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചുവരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. വായുവും ജലവും ഭൂമിയും ഒരുപോലെ മലിനീകരിക്കുന്ന ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമായി. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് ശക്തമായ വേലിയേറ്റം. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പുതിയ റോഡ് അറപ്പ പൊട്ടിച്ചു. കടൽ കയറിയതിനെ തുടർന്ന് കൈത്തോടുകളിലും പെരുന്തോട്ടിലും ജലനിരപ്പ് ഉയർന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.